10ാം ക്ലാസ്സിലെ IT-യിലെ 8ാമത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലെ, ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട ഡാറ്റാബേസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ അഥവാ വിവരസഞ്ചയം ഒരു ആമുഖം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു ചാപ്റ്റർ കാണുമ്പോൾ അയ്യോ ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എനിക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ടെൻഷൻ ഒന്നും വേണ്ട. അതിൽ കൊറി ഉണ്ടാക്കുന്ന പ്രവർത്തനവും ചോദിക്കാറുണ്ട്, അതേപോലെ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനവും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു കൊറി ഉണ്ടാക്കുന്ന പ്രവർത്തനവും റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനവും, അതായത് ആ രീതിയിലുള്ള 2 ചോദ്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തെടുത്തിട്ട് 7 മാർക്ക് നമുക്ക് സെറ്റാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട്. സോ ചോദ്യം വായിച്ചു നോക്കാം. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. The details of various players are given in the exam documents folder of home with the file name sports.odb. Okay, prepare a report as per the instructions given below using reports tool in the LibreOffice base. വിവിധ കായിക താരങ്ങളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ sports.odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ചുവടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു റിപ്പോർട്ട് ലിബ്രെഓഫീസ് ബേസിലെ റിപ്പോർട്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ സൂചന, റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള ക്വറി മിഡ്ഫീൽഡേഴ്സ് എന്ന ക്വറി ഉപയോഗിക്കുക. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വിസാർഡിൽ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസ് ഓഫ് ക്വയറീസിൽ നിന്നും ക്വറി മിഡ്ഫീൽഡേഴ്സ് എന്ന ക്വറി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട, ചെയ്ത് കാണിച്ചു തരാം. Use query midfielders given in the database file to generate the report. ബ്രാക്കറ്റിലെ select query midfielders from tables or queries in field selection report wizard. എന്നിട്ട് എന്താ പറയുന്നത്? അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട, ആ റിപ്പോർട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫീൽഡ്സ് ഏതൊക്കെയെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അത് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? sports.odb എന്ന് പറയുന്ന ഈ ഒരു ODB ഫയല് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം അല്ലെ. LibreOffice ബേസിലേക്ക് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ODB ഫയലുള്ള sports.odb ഫയലുള്ള എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഹോം ഓപ്പൺ ചെയ്യുക. ഹോമിലേക്ക് വരിക. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഇവിടെ ഉണ്ടല്ലോ. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് നമുക്ക് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് sports.odb എന്ന് കാണാം. sports.odb അതെന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താലേ നമുക്കിത് നമ്മുടെ LibreOffice ബേസിൽ ഓപ്പൺ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇത് ഡാറ്റാബേസ് പാനലാണ്. ഇവിടെ കാണുന്നത് വർക്ക് ഏരിയ ആണ്. ഇവിടെ കാണുന്നത് ടാസ്ക് പാനലാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ചോദ്യം നോക്കാം. നമുക്കിവിടെ തയ്യാറാക്കേണ്ടത് ഒരു റിപ്പോർട്ടാണ് അല്ലെ. ഒരു റിപ്പോർട്ടാണ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യൂസ് ക്വറി മിഡ്ഫീൽഡേഴ്സ് ഗിവൺ ഇൻ ദ ഡാറ്റാബേസ് ഫയൽ ടു ജനറേറ്റ് ദ റിപ്പോർട്ട്. അപ്പൊ നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ടേബിൾസ് ഉണ്ട്, ക്വയറീസ് ഉണ്ട്, ഫോംസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് ഇപ്പം തയ്യാറാക്കേണ്ടത് റിപ്പോർട്ട്സ് ആണ്. സോ റിപ്പോർട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ട്സിലേക്ക് വരിക. റിപ്പോർട്ട്സിൻ്റെ അകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് റിപ്പോർട്ട് ഇൻ ഡിസൈൻ വ്യൂ ഉണ്ട്, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ഉണ്ട്. നമുക്കിവിടെ വേണ്ടത് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ടാണ്. അത് ക്ലിക്ക് ചെയ്യാം. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ കുറേ വിൻഡോ വരുന്നത് കാണാം. ഇത് ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഈ ഒരു വിൻഡോ നമുക്ക് വേണ്ട, ഇത് ക്ലോസ് ചെയ്ത് വിടാം. അത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ഈ ഒരു വിൻഡോയിൽ റിപ്പോർട്ട് വിസാർഡ് എന്ന ഈ ഒരു വിൻഡോയിൽ ആദ്യം തന്നെ ഫീൽഡ് സെലക്ഷൻ ആണുള്ളത്. ഈ ഫീൽഡ് സെലക്ഷനിൽ ഇവിടെ ശ്രദ്ധിക്കണം, തെറ്റിപ്പോകുന്ന കാര്യമാണ്. ടേബിൾസ് ഓർ ക്വയറീസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ പാർട്ട് ഉണ്ടാവും. ഇതിൽ പറയുന്നത് യൂസ് ക്വറി മിഡ്ഫീൽഡേഴ്സ് ഗിവൺ ഇൻ ദ ഡാറ്റാബേസ് ഫയൽ ടു ജനറേറ്റ് റിപ്പോർട്ട്. ക്വറി മിഡ്ഫീൽഡേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് കേട്ടോ, സെലക്ട് ക്വറി മിഡ്ഫീൽഡേഴ്സ് ഫ്രം ടേബിൾസ് ഓർ ക്വയറീസ് ഇൻ ദ ഫീൽഡ് സെലക്ഷൻ റിപ്പോർട്ട് വിസാർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾസ് ഓർ ക്വയറീസ് എന്ന് പറയുന്ന ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വറി മിഡ്ഫീൽഡേഴ്സ് എന്ന ക്വറി തന്നെ ചൂസ് ചെയ്യുക. അത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, അത് ചൂസ് ചെയ്തു. ചൂസ് ചെയ്ത ശേഷം ഇവിടെ അവൈലബിൾ ഫീൽഡ്സ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഫീൽഡുകളാണോ നമ്മുടെ റിപ്പോർട്ടിലേക്ക് വേണ്ടത് അതിനെ മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം. ഓക്കെ, അതിനെ മാത്രം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഫീൽഡ് ടു ഇൻക്ലൂഡ് ഇൻ ദ റിപ്പോർട്ട്. ഏതൊക്കെ ഫീൽഡാണ് വേണ്ടേ? പ്ലെയർ നെയിം, നമ്പർ ഓഫ് മാച്ചസ് ആൻഡ് നമ്പർ ഓഫ് ഗോൾസ്. ശ്രദ്ധിക്കുക, പ്ലെയർ നെയിം, നമ്പർ ഓഫ് മാച്ചസ്, നമ്പർ ഓഫ് ഗോൾസ് എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തുക.
ഓക്കെ, ആദ്യം പ്ലെയർ നെയിം അല്ലേ വേണ്ടത്, ഈ പ്ലെയർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിമ്പിൾ കണ്ടോ, അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ, ഒരു ഗ്രേറ്റർ ദാൻ ആ ഒരു സിമ്പിൾ ഉണ്ട് അല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡ് ഇങ്ങോട്ടേക്ക് വന്നോളും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് മാച്ചസ് ആണ് അല്ലേ, നമ്പർ ഓഫ് മാച്ചസും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇനി എന്താ പറഞ്ഞേ, ചോദ്യം നോക്കാം. നമ്പർ ഓഫ് മാച്ചസ് ആയി, നമ്പർ ഓഫ് ഗോൾസ് കൂടി കൊണ്ടുവരണം. നമ്പർ ഓഫ് ഗോൾസ് ഇവിടെ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മാറ്റും. ആവശ്യമുള്ള ചോദ്യത്തിൽ പറഞ്ഞ ഫീൽഡുകൾ മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി, അത്രയും ഫീൽഡുകൾ കൊണ്ടുവന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇനി എന്ത് വേണം, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളോട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, വീണ്ടും നെക്സ്റ്റ് അടിക്കുക. ഗ്രൂപ്പിങ്ങിലും വ്യത്യാസങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, വീണ്ടും നെക്സ്റ്റ് അടിക്കുക. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ സോർട്ട് ചെയ്യാൻ അതും നമ്മളോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നെക്സ്റ്റ് അടിക്കുക. ചൂസ് ലേ ഔട്ട് മാറ്റണമെങ്കിൽ മാറ്റാം, ഞാനിപ്പോൾ അത് മാറ്റുന്നില്ല, നെക്സ്റ്റ് അടിക്കാം. ക്രിയേറ്റ് റിപ്പോർട്ട്, ഇവിടെ ഒരു പേര് കൊടുക്കാനാണ്, നിങ്ങൾക്ക് പേര് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊറി മിഡ്ഫീൽഡേഴ്സ് എന്നാണുള്ളത്, അത് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ വെച്ചു, മാറ്റാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകമായിട്ട്. ഇത്രയും ചെയ്ത ശേഷം താഴെ ഫിനിഷ് എന്ന ബട്ടൺ ഉണ്ട്, ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് പ്ലെയേഴ്സ് നെയിം വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മാച്ചസ് വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഗോൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യണം, ചോദ്യം നോക്കിക്കോ, ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. ഈ റിപ്പോർട്ട് ഫയലിൽ സേവ് ആസ് രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പറായിട്ട് സേവ് ചെയ്യണം. ഇപ്പോൾ ഈ ഓപ്പൺ ആയി വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ഇത് ഞാൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്താലും, അത് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു sports.odb എന്ന ഫയലിലെ അതിൽ റിപ്പോർട്ട് സെക്ഷൻ്റെ അകത്ത് റിപ്പോർട്ട് ചൂസ് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, നമ്മളിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയേ, കണ്ടില്ലേ, നമ്മളിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്താലും നമ്മൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫയലിനെ നമുക്ക് സേവ് ആസ് കൊടുത്ത് സേവ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഫയലിൽ സേവ് ആസ് കൊടുക്കുക, സേവ് അല്ല സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് ചോദ്യത്തിൽ പറയുന്നതാണ്, സേവ് ആസ് തന്നെ കൊടുക്കുക. എന്നിട്ട് എവിടെ സേവ് ചെയ്യണം, ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് കൃത്യമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രജിസ്റ്റർ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് കൃത്യമായി അത് കൊടുത്തിട്ട് താഴെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയല് അങ്ങോട്ടേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നോക്കുന്നത് ഒരു കൊറി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൊതുവേ നമുക്ക് കാണാറുണ്ട്. ആ രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പ്ലേയേഴ്സ് ആർ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം sports.odb. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ sports.odb എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പറയുന്നത് എന്താ, പ്രിപ്പയർ എ ക്വറി യൂസിംഗ് ദ ക്വയറീസ് ടെക്നിക് ഇൻ ദ ലിബ്രോഫീസ് ബേസ് ടു ഗെറ്റ് ഓൺലി ദ നെയിം ഓഫ് പ്ലേയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് വിക്കറ്റ്സ് ടേക്കൺ ബൈ ദം. പ്ലേയേഴ്സിന്റെ നെയിമും നമ്പർ ഓഫ് വിക്കറ്റ്സും കിട്ടുന്ന വിധത്തിലുള്ള ഒരു ക്വറി തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു വിക്കറ്റിൻ്റെ ടോട്ടൽ വിക്കറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഹു കം അണ്ടർ ബൗളർ കാറ്റഗറി. ബൗളർ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നവരെയാണ് നമുക്ക് വേണ്ടത്. അവിടെ കണ്ടീഷൻ ശ്രദ്ധിക്കണം, ബൗളർ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നത്. ഫ്രം ദ ക്രിക്കറ്റ് മാൻ ടേബിൾ. ആ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ക്രിക്കറ്റ് മാൻ ടേബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ക്വറി തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹിന്റ് എന്താ പറയുന്നത്, ടു പ്രിപ്പയർ ദ ക്വറി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി ടെക്നിക് ഇൻ ദ ക്വയറീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ക്വയറീസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി യൂസ് ചെയ്താണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ക്വറി തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെർച്ച് കണ്ടീഷൻ ഉണ്ടാവും. ആ സെർച്ച് കണ്ടീഷൻ പൊതുവെ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ആ സെർച്ച് കണ്ടീഷൻ കൃത്യമായിട്ട് കൊടുക്കണം. തുടങ്ങാം. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് തുടങ്ങാം. ആദ്യം എന്ത് ചെയ്യുക, sports.odb എന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഹോമിലേക്ക് വരിക, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. അതിനകത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ sports.odb ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫയലാണോ എക്സാമിന് തരുന്നത് ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു sports.odb എന്ന ഫയൽ ഇതേപോലെ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നമുക്ക് തയ്യാറാക്കേണ്ടത് എന്താ, റിപ്പോർട്ടാണോ? അല്ല, നമുക്കിവിടെ തയ്യാറാക്കേണ്ടത് ക്വറിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്വയറീസ് എന്ന ഭാഗത്തേക്ക് പോവാം. ഇവിടെ ഓൾറെഡി കുറച്ച് ക്വയറീസ് ഇവിടെ തയ്യാറാക്കി വെച്ചത് കാണാം. നമുക്കിപ്പോൾ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്നത് ക്ലിക്ക് ചെയ്യാം. അത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും, ക്വറി വിസാർഡ് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. ഇവിടെയാണ് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് കം അണ്ടർ ബൗളർ കാറ്റഗറി ഫ്രം ദ ക്രിക്കറ്റ് മാൻ ടേബിൾ. അല്ലെ, ഏത് ടേബിളിലുള്ള ക്രിക്കറ്റ് മാൻ ടേബിളിൽ നിന്നാണ്.
ഇവിടെ ടേബിൾസ് നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കണം. ഏത് ടേബിളാണോ പറയുന്നത് ആ ടേബിൾ ക്രിക്കറ്റ് മാൻ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ ഫീൽഡുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്? ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ ഫീൽഡ് ടു ഇൻക്ലൂഡ് പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ് ഇൻ ദ കൊറി, പ്ലെയർ കാറ്റഗറി. ഈ മൂന്നെണ്ണം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയർ നെയിം ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മാറ്റുക. ഓക്കെ, ടോട്ടൽ വിക്കറ്റ്സ് ഇങ്ങോട്ടേക്ക് മാറ്റുക, പ്ലെയർ കാറ്റഗറി അതും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഫീൽഡ് ഇൻ ദ കൊറി ആ മൂന്നെണ്ണം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, പ്ലെയർ കാറ്റഗറി. ആ 3 ഫീൽഡുകൾ നമ്മളോട് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി എന്ത് വേണം? സെർച്ച് കണ്ടീഷൻ ഉണ്ട്. ഇവിടെയല്ല നമ്മൾ സെർച്ച് കണ്ടീഷൻ കൊടുക്കേണ്ടത്. ഇത്രയും ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മളോട് സോർട്ട് ഓർഡർ ഒന്നും പറയുന്നില്ല, സോർട്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുന്നില്ല. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയാണ് മൂന്നാമത്തേത് സെർച്ച് കണ്ടീഷൻ. സെർച്ച് കണ്ടീഷൻ കൃത്യമായിട്ട് കൊടുക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ. മലയാളം മീഡിയം ആണെങ്കിലും ഈ രീതിയിൽ സെർച്ച് കണ്ടീഷൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ഈക്വൽ ടു മിക്കവാറും തരാറുണ്ട്, ശ്രദ്ധിക്കണം. പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ ഫീൽഡ്സ് എന്ന് പറയുന്നത് പ്ലെയർ കാറ്റഗറി കൊടുക്കുക. നമ്മൾ നേരത്തെ ഇൻക്ലൂഡ് ചെയ്ത ഫീൽഡിലെ 3 ആ 3 ഏതെങ്കിലും ഒരു ഫീൽഡായി ഉണ്ടാവുക. പ്ലെയർ കാറ്റഗറി കൊടുക്കുക. കണ്ടീഷൻ ഈസ് ഈക്വൽ ടു ഉണ്ട്, ഈസ് നോട്ട് ഈക്വൽ ടു ഉണ്ട്, ഈ സ്മോളർ ദൻ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണോ നമുക്ക് വേണ്ട കണ്ടീഷൻ, ഈസ് ഈക്വൽ ടു ആണ്, അത് കൊടുക്കുക. വാല്യൂ എന്ന് പറയുന്നത് എന്താണോ ചോദ്യത്തിലുള്ളത് അത് തെറ്റാതെ അതേപോലെ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ബൗളർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൗളർ എന്ന് ടൈപ്പ് ചെയ്തു. എന്താണോ പറഞ്ഞത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി എന്താ വേണ്ടേ? നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും നെക്സ്റ്റ്. ഇനി നമ്മുടെ ആ ഒരു കൊറിക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണോ എന്നുള്ളതാണ്. ഓൾറെഡി ഇവിടെ ഒരു പേര് വന്നിട്ടുണ്ട്, കൊറി ക്രിക്കറ്റ് മാൻ എന്നതാണ്. അത് മാറ്റണമെങ്കിൽ മാറ്റാം, വേറെ മാറ്റാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്നില്ല. കൊറി ക്രിക്കറ്റ് മാൻ എന്നത് തന്നെ കൊടുക്കുന്നു, ഫിനിഷ് അടിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു കൊറി കൃത്യമായി വന്നിട്ടുണ്ട്. പ്ലെയർ കാറ്റഗറി, ബൗളർ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്ലെയേഴ്സിൻ്റെ നെയിമും അതേപോലെ അവരുടെ ടോട്ടൽ വിക്കറ്റും നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഒരുപാട് പേരുണ്ടാവും. അതിനകത്ത് ബൗളർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുടെ പേരും അവരുടെ ടോട്ടൽ വിക്കറ്റ്സും നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് നമ്മൾ കൊറി തയ്യാറാക്കിയത്. ഇപ്പോൾ ഈ കൊറി കണ്ടില്ല, ഈ കൊറി തയ്യാറാക്കി ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. കാരണം ഈ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്വയറീസ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കൊറി ക്രിക്കറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയേ. നമ്മൾ ലാസ്റ്റ് തയ്യാറാക്കിയ ആ ഒരു കൊറി ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതെന്താണോ നിങ്ങൾ പേര് കൊടുത്തത് ആ ഒരു പേര് ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഞാൻ കൊറി ക്രിക്കറ്റ് മാൻ എന്ന് തന്നെയാണ് പേര് കൊടുത്തത്, മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്താണോ പേര് കൊടുത്തത് ആ പേരിൽ ഇവിടെ വരും. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ചോദ്യത്തിൽ നോക്കുക, സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ സേവ് ആസ്. ഫയലിൽ സേവ് ആസ് കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യാം. ഫയലിൽ സേവ് ആസ് എന്നിട്ട് എവിടെ സേവ് ചെയ്യുക? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് കൃത്യമായുള്ള രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണോ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന ബട്ടൺ താഴെ കാണാം, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലും അവിടെ സേവ് ആയി.